ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോവി. നമ്മളിപ്പോൾ ഈ ചാനൽ സാധാരണയായിട്ട് ഓട്ടോമൊബൈൽ റിവ്യൂസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ട്യൂട്ടോറിയൽസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഈ ചാനലിനെ പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾക്കറിയാമല്ലോ, ഹിമാലയനാണ്. അപ്പോൾ ഞങ്ങളിന്ന് പിന്നെ അസ്ഗർ പിന്നെ മിസ്റ്റർ നായർ രണ്ടുപേര് പെരുമ്പാലുള്ളവരാണ്, എൻ്റെ ഫ്രണ്ട്സാണ്. അവരുടെ കൂടെ മുള്ളൻതണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷനിലേക്ക് റൈഡ് ചെയ്യുകയാണ്. മുള്ളൻതണ്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷനാണത്. ഇടുക്കി രാജാക്കാട് അടുത്തുള്ള രാജകുമാരിയിലടുത്തുള്ള ഒരു കുരിശുമലയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജോർജ് അവിടുന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അവൻ അവിടുത്തെ നേറ്റീവാണ്. അപ്പോൾ അവനെയും കൂട്ടി നമ്മളിന്ന് മുള്ളൻതണ്ട് കുരിശുമലയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞങ്ങൾ രാവിലെ 5 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. ഇവർ വരുന്ന രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഉടനെ മുള്ളൻതണ്ട് കുരിശുമലയിലേക്ക് എത്തുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ അടിമാലയൊക്കെ കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നായറിൻ്റെ വണ്ടി കയറ്റി വെച്ചു. എൻ്റെ വണ്ടിയുണ്ട്. ഇപ്പം അസ്ഗർ വണ്ടി കയറ്റിക്കൊണ്ട് വരുവാണ്. ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ളൊരു സർഫസാണ്, എന്നാലും കുഴപ്പമില്ലാണ്ട് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അസ്ഗർ കയറ്റി പോട്ടെ. കുറച്ച് പ്രശ്നമാണ്. ഇനി നമ്മളോടുള്ള രണ്ടവന്മാരിപ്പോൾ വരുന്നുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലാവും. കാരണം ഇത്ര സ്ലിപ്പായിട്ടിരിക്കുന്ന കാരണം എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിട്ടുകയറ്റി. അപ്പം ഇനി ആ കാണുന്ന ഏറ്റവും ടോപ്പിലേക്ക് വേണം. അതാണ് മുള്ളൻതണ്ട് കുരിശുമല ഏറ്റവും ടോപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പോയിട്ട് നേരെ കയറുവാണ്. ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പാർട്ടാണ്. ബിക്കോസ് നമ്മൾ ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫുള്ള് ത്രോട്ടിൽ കൊടുത്ത് പോവുക. ഇടയ്ക്ക് വെച്ച് വല്ലതും നിന്ന് പോവാന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് വൈ ഇട്ട് കൊടുത്തിട്ട് ആരെങ്കിലും വന്നാൽ നമുക്കത് കയറ്റാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഇപ്പോൾ താഴെ ഇറങ്ങുക. നായരിപ്പോൾ താഴെ നിൽപ്പുണ്ട്. ജോർജ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കയറി നേരെ മുകളിലേക്ക് പോവുക. ഫ്രണ്ട് പിടിച്ച് ലോക്കായി പോകല്ലേ, മനസ്സിലായില്ലേ? ലോക്കായി പോയാൽ നമ്മൾ തെറ്റി പോകും. മാക്സിമം പിടിക്കാൻ നോക്കുക. എൻ്റെ വണ്ടി അസ്കർ ഇതാ വണ്ടി ഇറക്കി. ഇനി ഭാഗ്യത്തിനാണ് എൻ്റെ വണ്ടി നിർത്തിയത്. ഇനി ടോപ്പിലേക്കാണ് എത്തേണ്ടത്. ഇതാ ഏറ്റവും ടോപ്പിലേക്ക്. അയ്യോ, ഇതിപ്പോ നിന്റെ വണ്ടി പോയാൽ അതാ ഞാൻ പറഞ്ഞത്. എഞ്ചിനിൽ ഇറങ്ങിയാ ഇത്. എടോ വാടോ. ആശാന്ത ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ എങ്ങനെയാന്ന് നമുക്കറിയാം അല്ലേ? എല്ലാവരും ഈ പാട്ട് തുഴഞ്ഞു വരുന്നുണ്ട്. പയ്യാണ് വരുന്നത്. ദേ പൈ വരട്ടെ. അപ്പോൾ സക്സസ്ഫുള്ളി മേടിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്നതാണ്. അതാണ് ഏറ്റവും കടമ്പ. നോക്കണം എങ്ങനെ എത്തുന്നു. നമ്മൾ ഓരോരുത്തരായിട്ട് ഗ്യാപ്പൊക്കെ ഇട്ട് പയ്യെ കയറി പോകുന്ന ഏറ്റവും ടോപ്പിലെത്തുന്നത്. കുറച്ച് നല്ല സ്റ്റീപ്പാണ് ഫസ്റ്റ് കയറുന്നതിനേക്കാളും. അപ്പോൾ കുറച്ച് അങ്ങോട്ട് കയ്യൊക്കെ കൊടുത്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ശരി, കാണാം. അയ്യോടാ, മെല്ലെ പോടാ. അയ്യോ, അയ്യോ
ഞാൻ കല്ലെടുത്തിടാം. ഇത് തിരിച്ചിറക്കുന്ന എന്താണ് ഉറപ്പ്? വണ്ടി തെന്നി പോട്ടോ. വണ്ടി പോണ്ട് കാറ്റാടാ ഗൈസ്. അപ്പോൾ നമ്മൾ രോഹിത്തിൻ്റെ വണ്ടിയിൽ കാറ്റ് കളഞ്ഞാണ്. അപ്പോൾ ഞാനും നായരും എന്തായാലും വണ്ടി കേട്ടണല്ലോ, കാരണം ഇന്നലെ മഴ പെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കാരണം മൊത്തം ചെളിയായിട്ട് കുത്തി കിടക്കണേ. ഇനിയുണ്ട് ഇതുപോലെ തന്നെ കുത്തനെ കയറ്റം കയറാനായിട്ട്. ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കയറ്റം കയറണമെന്ന് അറിയാൻ പാടില്ല, അല്ല കാണണമെന്ന് എനിക്ക് വിസിബിൾ ആയിട്ടെന്ന് അറിയില്ല. എന്തായാലും നല്ല കുത്തനെ കയറ്റം. രോഹിത്തിൻ്റെ വണ്ടിയുടെ ടയർ ഇവിടെ തേഞ്ഞ് ഉറഞ്ഞറിഞ്ഞ് പകുതി തീർന്നു. ചുമ്മാ ചെളി കിടന്നും കറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ രോഹിത്തിൻ്റെ വണ്ടി ഒന്ന് കയറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണേ. ഇപ്പോൾ രോഹിത്തിന് കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയതുകൊണ്ട് തിരിച്ച് പ്രശ്നം. നായരെ വാ കമോൺ ഗൈസ്. നായര് പേടിച്ചിട്ട് താഴെ തന്നെ വണ്ടിയിലാന്നൊക്കെയാ പറയണ. വണ്ടി കേട്ടല്ല, പുള്ളി മുകളിലേക്ക് നടന്നു വന്നില്ലാന്ന് തന്നെ പറയണ. നിക്ക് 3, 2, 1 അപ്പ്. പൊങ്ങട്ടെ ബാക്ക്. ഓക്കെ പിടി. ഈ ഫ്രണ്ടിലേക്ക് വെയിറ്റ് എടുത്തിരുന്നേ. ഞങ്ങൾ ബാക്ക് ചെയ്തോ. ഞങ്ങൾ ഫ്രണ്ടിൽ വെയിറ്റ് എടുത്ത് കൈ പുഷ് ചെയ്യുന്നു. കമാൺ അടിപൊളി. അവിടെ ട്രാക്ക് മാറ്റിക്കോ. ഇങ്ങോട്ട് പിടിച്ചോ. ഇങ്ങോട്ട് ഇടിക്കോ. അങ്ങോട്ട് വരണ്ട. പോടാ. അയ്യോ ചേട്ടോ വച്ചു പിടിച്ചോ. അടിപൊളി. അയ്യോ ഗായ്സ്. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന ഒരു കുത്തനെ കയറ്റമുണ്ടോ നമ്മൾ കയറ്റിയത്. ബാക്കി 2 വണ്ടിയുണ്ട്. ഈ 2 വണ്ടി കയറാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല ഇപ്പോൾ. അയ്യോ. അപ്പോൾ നമ്മുടെ പ്രതിനിധി ഇതാ രോഹിത്ത് വണ്ടി കയറ്റിയിരിക്കുന്നു. നമ്മളിതാ ആ കാണുന്ന വഴിക്കൂടെ ഇങ്ങനെ കയറി വന്ന് അതുവഴി ചുറ്റിതായി ഇറങ്ങി വന്നതാ ഇന്ന് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് കുറച്ച് സ്ഥലത്തൊക്കെ തെന്നിപ്പോയി. അപ്പോൾ നമ്മുടെ അളിയന്മാരെല്ലാം വന്ന് ഹെൽപ്പ് ചെയ്താണ് സെറ്റാക്കിയത്. അവരുടെ വണ്ടി കയറ്റിയില്ല, ഞാൻ മാത്രം കഷ്ടപ്പെട്ട് വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഹിമാലയനായതുകൊണ്ട് കയറി പോകുന്നത് അത്യാവശ്യം ഇനീഷ്യൽ ടോർക്കൊക്കെ ഉള്ള കാരണം വണ്ടി പിടിച്ച് കയറി പോകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ റോയൽ എൻഫീൽഡിൻ്റെ എൻജിൻസിൻ്റെ ഇനീഷ്യൽ ടോർക്കിനെ പറ്റി ഇത്രയ്ക്ക് ഞാൻ പ്രൈസ് ചെയ്യുന്നത്. ബിക്കോസ് ഇതുപോലത്തെ ഓഫ് റോഡ് സിറ്റുവേഷനിലാണ് ഈ വണ്ടിയുടെയൊക്കെ എൻജിൻ്റെ പക്കായിട്ടുള്ളൊരു പെർഫോമൻസ് വരാൻ പറ്റുന്നത്. ബിക്കോസ് അത്രയ്ക്ക് ലോ വെൻറ്റിലാണ് അതിൻ്റെ എല്ലാ ടോർക്കും വരുന്നത്. അത് കാരണം തന്നെ നമ്മളിപ്പോൾ ജീപ്പൊക്കെ പല കയറ്റത്തിലൊക്കെ കയറി പോകുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലച്ച് വിട്ട് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ കയറി പോന്നോളും. ഇപ്പോൾ നായറിൻ്റെ എക്സ്പൾസ് വെച്ചിട്ടുണ്ട് അവിടെ. എക്സ്പൾസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടിയാനെ. ഇനി തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും കാണാം ഫുള്ള് തെന്നി കിടക്കുവാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് നേരം ഇവിടെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ആ ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നാറൊക്കെ ആയിട്ട് വരും. പിന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇതാ കാണുന്ന ബ്രൗൺ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗ്യാപ്പ് റോഡ് പോകുന്നതാണ്, അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. പിന്നെ ഈ മഞ്ഞ് വന്ന് കിടക്കുന്ന സ്ഥലം അവിടെയൊക്കെയാണ് മീശപ്പുലിമല, കൊടുക്കുമല എല്ലാം വരുന്നത്. ഇതിപ്പോൾ അടിപൊളി സ്ഥലമാണ്, ടെൻ്റ് അടിക്കാനൊക്കെ ആണെങ്കിലും അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഒറ്റ പക്ഷേ ആന വരും. ആന വന്ന് നമ്മളെന്തേലും എടുത്തെറിയുന്ന അടുത്തേക്ക്, അല്ലെങ്കിൽ ക്യാമ്പൊക്കെ അടിക്കാൻ വളരെ അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. ബിക്കോസ് രാവിലെ ആകുമ്പോഴത്തേക്കും അടിപൊളി ക്ലൗഡ് ബെഡൊക്കെ കിട്ടുമെന്നാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുന്നവർ പ്ലീസ് ഡോണ്ട് ബി ലൈക്ക് ദീസ് ആസോൾസ്. ബിക്കോസ് ഇതുപോലെ നല്ലൊരു പ്രിസ്റ്റീനായിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ നോക്കുക. വേറൊരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ്. ആകെ വഴി, പിന്നെ അവിടെ എന്തോ ഒരു ചെറിയ ഷെഡുണ്ട്, ചുറ്റും ഫുള്ള് കാടും ആനയൊക്കെ വരുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഈ വേസ്റ്റൊക്കെ
എന്നിട്ട് കണ്ടില്ലേ, ഫുള്ളാകെ പ്രശ്നമാക്കിയിട്ടിരിക്കുകയാണ്. നോക്ക്, കറിയാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ ഇപ്പോൾ ബൈക്കിൽ വന്ന കാരണം ഞങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾ തന്നെയാണെങ്കിലും വല്ല ജീപ്പിലോ നടന്നൊക്കെ വരുവാണെങ്കിൽ ഒരു കവറിലെടുത്ത് ഇത് കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ബിക്കോസ് ഇതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോഴും ഈ ഒരു ബ്യൂട്ടി ഇതുപോലെ തന്നെ നിൽക്കേണ്ടതാണ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ചുറ്റാണെങ്കിലും കഴിഞ്ഞ ദിവസം പാക്കളമേട് പോയപ്പോഴാണ് ഇതുപോലെ തന്നെ കണ്ടു. ഇതാ ഫുള്ള് വേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ടെൻ്റ് അടിക്കാൻ വരുന്നവരൊക്കെ ആയിരിക്കും മെയിൻലി ഇത് ഇടുന്നത്. അവർ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വെള്ളമടിക്കാനുള്ള കുപ്പി, ക്യാന് അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇടുന്നത്. ഫുള്ള് വേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇൻ കേസ് ഇതുപോലെ ഒരു സ്ഥലത്ത് നിങ്ങൾ കാണുവാണെങ്കിൽ തന്നെ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആണെങ്കിലും നല്ലതാണ്. അത്രയും വേസ്റ്റ് എടുക്കുന്നത് പറ്റുവാണെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കാണുന്ന പോലെ അല്ല, തിരിച്ചിറങ്ങുന്നതാണ്. ഇതിപ്പോൾ കുറച്ചൊക്കെ ചെളിയൊക്കെ മാറിപ്പോയിരിപ്പുണ്ട്. തിരിച്ച് ഫുള്ള് ചെള്ളയടിച്ച് ചെളി കയറും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്രാഷ് കാർഡ് ചെറുതായിട്ട് ഊരി വെച്ചേക്കുവാണ്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ കയറ്റിയില്ലേ, ഇവന്മാരെയൊക്കെ ഹെൽപ്പോട് കൂടി താഴെ പിടിച്ച് ഇറങ്ങാനാണ് ഇനി പ്ലാൻ. Asana, come on. Oh yeah. Forward. Jaga. Boda. ఏడు బోడ ఏయ్ పోవాలి ఏడుదో బోడ ബായി അത് കറക്റ്റായിട്ട് കിട്ടി. ഇങ്ങോട്ട് വാടോ, വണ്ടി ഇറക്ക്. ഒരു കാലുചും തൊഴേ കല്ലുമ്പുറത്ത് കരുതാ. കഴിഞ്ഞു വണ്ടി ഇറക്കിക്കോ. എല്ലാം കുഞ്ഞു കല്ല്. അമ്മണ്ട വണ്ടി നിന്നാണ് ഇറക്കണേ. വണ്ടിക്ക് പുറ്റം തോന്നുന്നല്ലോടോ, ഓരോരോ ചെറിയ ഫ്രണ്ട് പിടിക്കാ, ഇറക്കിക്കോ. പോരട്ടെ, ഫ്രണ്ട് ബ്രേക്കിൽ നോക്കാൻ വേണ്ടിയിരുന്നാ മതി. പോട്ടെ, പോരട്ടെ, നടന്നിറക്കും. അപ്പോൾ നമ്മൾ മുള്ളന്തണ്ട് കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പം മുള്ളന്തണ്ട് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. കാരണം കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് ട്രാക്കാണത്. ബിക്കോസ് ഞങ്ങൾ പോയില്ല, നിങ്ങളെ കാണിച്ച ഈ കയറ്റം എന്ന് പറയുന്നത് വളരെ സ്ലഷിയും അതുപോലെ തന്നെ ഭയങ്കര സ്റ്റീപ്പുമാണ്. സ്റ്റീപ്നെസ് വലിയ കുഴപ്പമില്ല, ബട്ട്
അതിനോട് ഈ ചെളിയും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വണ്ടി കയറ്റുമ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ട് ഭയങ്കരമായിട്ട് തെന്നിപ്പോകും. എസ്പെഷ്യലി ബൈക്ക് കയറ്റുമ്പോഴേക്കും പയ്യെ ഇങ്ങോട്ട് തെന്നിയൊക്കെയാണ് പോകുന്നത്. ഞങ്ങളാണെങ്കിലും തന്നെ കൂട്ടുകാരൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ പിടിച്ച് മാനേജ് ചെയ്ത് തെന്നിപ്പോയാലും പിടിച്ചൊക്കെ കയറ്റുവാണ്. ഞാൻ മാത്രമേ വണ്ടി കയറ്റിയുള്ളൂ. അവർക്ക് അത് കയറ്റാൻ ഭയങ്കര പാടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ റിസ്ക് എടുത്ത് കുറച്ച് അവരാണെങ്കിലും കുറച്ചുകൂടെ ഞാൻ ഓടിച്ചിങ്ങനെ പരിചയമുള്ള കാരണം ഞാൻ നന്നായിട്ട് കയറ്റുകയാണ്. അപ്പോൾ നിങ്ങളങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോകാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഭയങ്കര പാടല്ലേ കയറ്റിയ പ്രശ്നമാവുമെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കത് കയറ്റാവുന്നതാണ്. നിങ്ങൾക്ക് എന്തോരം കയറ്റാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തോരം കപ്പാസിറ്റി ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ വണ്ടി അവിടെ ഇടുക. നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കയറ്റത്തിൽ നിന്നൊക്കെ ഇങ്ങനെ താഴത്തേക്കൊക്കെ വീണ് പോയാൽ വലിയ പ്രശ്നമാണ്. ഞാനിപ്പോൾ ഈ ഒരു ട്രാക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ലെങ്ത്, അധികം ലെങ്തി എന്ന് പറയാനില്ല. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡറിന് മാത്രമേ ആ ഒരു ട്രെയിൽസ് ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ തുടങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും ചെറിയൊരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഉണ്ടെങ്കിലും അതൊക്കെ പയ്യെ കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും സിമ്പിളായിട്ട് കയറ്റി, ഞാനാണെങ്കിലും പുറകിൽ ആളെയും വെച്ചിട്ടാണ് അവിടെ കയറ്റിയത്. നിങ്ങൾക്കപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഭാഗം കയറ്റി. ഞാൻ ലാസ്റ്റുള്ളൊരു കയറ്റമുണ്ട്, അത് സ്കിപ്പ് ചെയ്തിട്ട് ആ താഴെ വെച്ചിട്ട് പിന്നെ മുകളിലേക്ക് നടന്ന് കയറിയാൽ മതി. അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെറൈനാണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസിനെസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ അടിമാലി ടൗണിലേക്ക് വരിക. അടിമാലിയിൽ നിന്ന് രാജാക്കാട്, പിന്നെ രാജകുമാരിയിൽ നിന്ന് അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി മുള്ളന്തണ്ട് കുരിശുമല എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. മുള്ളന്തണ്ട് കുരിശുമലയിലേക്ക് ഓഫ് റോഡ് റൂട്ട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതുവഴി കയറി പോകുന്നതാണ്. അവിടെ ജസ്റ്റ് അതിൻ്റെ തുടക്കത്തിലേക്ക് എത്തിയാൽ വേഗം കയറി പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മുന്നേ പോയ സ്ഥലത്തിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ കാറ്റാടിയൊക്കെ ഉണ്ടല്ലോ, നല്ല കാറ്റടിക്കുന്നുണ്ട്. താഴെ തമിഴ്നാടാണ്, പക്ഷേ ഇപ്പോൾ ഫുള്ള് മഞ്ഞ് കയറിയ കാരണം ഒന്നും കാണുന്നില്ല. ചുറ്റും മഞ്ഞാണ്, ഇപ്പോൾ മലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ടിപ്പിക്കലി എല്ലാവരും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളതായിരിക്കും. കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ എല്ലാവരും കൂടുതലായിട്ട് പോകുന്നതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പുറകിലായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ ട്രെയിൽസാണ്. ഞങ്ങൾ ഓഫ് റോഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റായിട്ടുള്ളൊരു ഓഫ് റോഡാണ്. അവിടെ ആ ഭാഗത്തായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും നിൽപ്പുണ്ട്, എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അവരിത് അവിടെ വണ്ടിയൊക്കെ കയറ്റി വെച്ച് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ലേശം ഓഫ് റോഡ് ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു വെഹിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഈ കാറ്റാടി കാണുന്ന ഇവിടെയാണ് മെയിൻ റോഡ് വരുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇതുവഴി വന്നാൽ ഇവിടെ എത്താവുന്നതാണ്. ഇതുവഴി നേരെ അങ്ങോട്ട് പോയാൽ ഓഫ് റോഡ് ട്രെയിൽസിലേക്ക് കിടക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഇപ്പോൾ എന്താ ഞങ്ങൾ പോകാണ്ട് ഹോൾട്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ അവിടെ മരപ്പണിക്ക് എന്തോ വന്നിരിക്കുന്നൊരു ഹിറ്റാച്ചി ഉണ്ട്, അത് പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. ആ വണ്ടി വന്നിട്ട് മാത്രമേ ഞങ്ങളിപ്പോൾ പോകുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലാണ് നിങ്ങളിപ്പോൾ കണ്ട വിഷ്വൽസ്. നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ ഭാഗം ഫുള്ള് തമിഴ്നാടാണ്. കയറി പോകുന്ന കാണാൻ നല്ല രസമാണ്. ചെറിയ ഓഫ് റോഡേ ഉള്ളൂ, അപ്പോൾ നല്ല സ്പീഡിൽ ട്രെയിൽസാണ്. കൈ കൊടുത്തുകൊണ്ട് കയറി പോകാൻ പറ്റും സുഖമായിട്ട്. ഞാനും പസ്കറും കൂടെ 2 തവണ അങ്ങോട്ട് കയറ്റി ഇറക്കിയതേ ഉള്ളൂ.
നല്ല രസമാണ്. പണി ഒന്നുകൂടെ മൂപ്പിച്ചടാ. കയറുന്നുണ്ട് എടുത്തു. ഉത്താരം പറ്റത്തില്ല. 1000 കയറി ഇനിയാ ചോദിക്കാം എവിടെയെങ്കിലും കണ്ണം മറിക്കാണോ? നമ്മുടെ രോഹിത്തിന്റെ വണ്ടി ഇവിടെ ഒന്ന് പാടത്ത് വിടാൻ ഇറങ്ങിയതാണ്. ചെറിയൊരു പണി കിട്ടിയതാണ്. ഞാൻ എന്താ ഈ ഒരു ചെളി ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ട് പുറകിലത്തെ ടയർ സ്കിഡായി ഇതുവഴിയൊക്കെയാണ് കയറി പോയത്. അത് മനഃപൂർവ്വം നിങ്ങളെ കാണിക്കാനായിട്ട് ഇതിപ്പോ ഒരുമാതിരി ട്രാക്ടർ പാടത്തിറങ്ങിയ പോലെ കണ്ടോ. നല്ല വിറ്റാണ്. ABS ഒക്കെ അടിച്ചു പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം. ഇതെന്നെ വെള്ളത്തിൽ മുട്ടിച്ചോണ്ട് വരുന്നോ? ഇതെന്നെ ഇത് അതാണ് ഇതെന്നെ കാണിച്ചു. അതിന്റെ സാധനം പൊട്ടിപ്പോയി. ഇല്ല, ഇതിപ്പോ എവിടെയോ ഇത് താഴേക്കോ ഇതാണ്. അപ്പോൾ നമ്മൾ ചതുരംഗപ്പാറ കയറി വന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ എത്തിയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർ ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് തമിഴ്നാടാണ് ആക്ച്വലി. ഇത് ജസ്റ്റ് കുറച്ച് അപ്പുറം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെയൊക്കെ കേരളമാണ്. ഇവിടെ ജസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് കയറി. ഇത് തമിഴ്നാടിൻ്റെ വിൻമിൽസ് ആണ്. കണ്ടാൽ തന്നെ പേടിയാവും. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ ഇതാ കുറച്ച് വിൻമിൽസ് ഉണ്ട്. വണ്ടി കിടക്കുന്നു. ഈ കാണുന്നതെല്ലാം കമ്പം, തേനി, ബോഡിമെട്ട് ആ റീജിയൻസൊക്കെയാണ്. ഫുള്ള് അവരുടെ പ്ലെയിൻ ലാൻഡ്സും പാടങ്ങളൊക്കെയാണ് ഈ കാണാനുള്ളത്. വളരെ നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസും വളരെ നൈസായിരുന്നു. സെറ്റപ്പാണ്. സോ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഷെയർ യുവർ ഫീഡ്ബാക്സ്.